സർക്കാർ സ്ഥാപനങ്ങളിലെ കോടികളുടെ വൈദ്യുതി കുടിശ്ശിക പിരിച്ചെടുക്കണമെന്ന വൈദ്യുതി വകുപ്പിന്റെ ആവശ്യം ധനവകുപ്പ് തള്ളിയിരിക്കുകയാണ്. വകുപ്പ് മന്ത്രിമാർ തമ്മിൽ നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ടിൻഡു ദാസ് തുടരുകയാണ്. ടിൻഡു, വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ, വൈദ്യുതി പ്രതിസന്ധിയിൽ ഒരു സമവായത്തിലേക്ക്, തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത പോലും അലസി പിരിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുമായി കോടിക്കണക്കിന് രൂപയാണ് വൈദ്യുതി ബില്ലെന്ന ഇനത്തിൽ കുടിശ്ശികയായി KECBക്ക് കിട്ടേണ്ടത്. ഇത് അടിയന്തരമായി തന്നെ പിരിച്ചെടുക്കണമെന്ന ആവശ്യമാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി ധനവകുപ്പ് മന്ത്രിയോട് ഇന്നലെ നടന്ന ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ചർച്ചയിൽ വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ കുടിശ്ശികകൾ അടിയന്തരമായി പിരിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇന്നലത്തെ ചർച്ചയിലൂടെ മനസ്സിലാകുന്നത്. ഈ തുക പിരിച്ചെടുത്ത് എന്നൊരു ഉറപ്പ് പോലും ധനവകുപ്പ് വൈദ്യുതി വകുപ്പിന് നൽകിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതെ ഒരുപക്ഷെ KECB നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് പറയാം. വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് വൈദ്യുത ബില്ല് കെട്ടേണ്ടത്. നമുക്കറിയാം, വാട്ടർ അതോറിറ്റിന് ഏതാണ്ട് 1024 കോടിയോളം രൂപ വൈദ്യുതി ബില്ലിനത്തിൽ കിട്ടേണ്ടതായിട്ടുണ്ട്. വിവിധ പമ്പ് സ്റ്റേഷനുകളിൽ നിന്നും വിവിധ വാട്ടർ അതോറിറ്റി കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിൽ തുക ലഭിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികൾ, പോലീസ് സ്റ്റേഷനുകൾ, വില്ലേജ് ഓഫീസുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ തുക കിട്ടേണ്ടതായിട്ടുണ്ട്. ചില സർക്കാർ സ്കൂളുകളിൽ നിന്നും ഇത്തരത്തിൽ തുക ഗഡുക്കളായിട്ട് തന്നെ കുടിശ്ശിക ഇത്തരത്തിൽ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ തുകകൾ അടിയന്തരമായിട്ട് ഒരു പക്ഷേ പിരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും നിലവിലെ പ്രതിസന്ധിയിൽ നിന്നും പരിഹാരം കണ്ടെത്താമെന്നാണ് KECBയുടെ വാദം. നമുക്കറിയാം, KECBയിൽ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്ന ഏറ്റവും താഴേക്കിടെ ജോലി ചെയ്യുന്ന ലൈൻമാൻമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിലൊക്കെയാണ് നിയമിക്കുന്നത്. അപ്പോൾ ഇവരെയൊക്കെ അധികമായിട്ട് നിയമിച്ചാൽ മാത്രമേ ഒരുപക്ഷെ ഈ പ്രതിസന്ധി, അതായത് വൈദ്യുത പ്രതിസന്ധി സമയത്ത് അധികം തൊഴിലാളികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ലോഡ് ഷെഡിങ് പവർ ലോഡിംഗ് സമയത്ത് അധികമായി വൈദ്യുതി ഉപയോഗിക്കുന്ന സമയത്ത് പല KECBയുമായി സംബന്ധിച്ച് വന്ന പല വൈദ്യുതി ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ പല മേഖലകളിലെ ഈ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുക കണ്ടെത്തേണ്ടത് KECB ഇത്തരം വരുമാനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ഇത്തരം വരുമാനങ്ങൾ നഷ്ടമാകുന്ന സമയത്ത് അതിൻ്റെതായ ഒരു പ്രതിസന്ധി തുടരുന്നുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയന്തരമായി തന്നെ ഈ തുകകൾ പിരിച്ചെടുക്കണമെന്ന ആവശ്യം വൈദ്യുതി വകുപ്പ് മന്ത്രി ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഉയർന്നു. ചോദ്യത്തിന് അടിയന്തരമായി തന്നെ ഈ തുക സർക്കാർ പിരിച്ചെടുത്ത് കൊടുക്കുമെന്നായിരുന്നു വാദം. പക്ഷേ നാളെ ഇത്രയും കഴിഞ്ഞിട്ടും ഒരുപക്ഷെ ഒരു വൈദ്യുതി പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന സമയത്തും ഈ പ്രശ്നങ്ങളിലൊക്കെ അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്താൻ ധനവകുപ്പിനാവുന്നില്ല. നമുക്കറിയാം, അത് സംസ്ഥാനത്തെ രൂക്ഷ ധനപ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിലുള്ള കാരണം. പക്ഷേ ഒരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ശരിയായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ തുകയൊക്കെ പിരിച്ചെടുക്കാമെന്ന് തന്നെ ഉള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്തരത്തിൽ തുക പിരിച്ചെടുക്കേണ്ട സ്ഥാപനങ്ങളിൽ കറണ്ട് കട്ട് ചെയ്യുന്നൊരവസ്ഥയാണ്. നമുക്കറിയാം, വൈദ്യുതി എന്ന് പറയുന്നത്, വൈദ്യുതി തടസ്സം വരിക, ഒരുപക്ഷെ വൈദ്യുതി പ്രതിസന്ധി വരിക എന്ന് പറയുന്നത് ധനപ്രതിസന്ധി പോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ ഒരേ രീതിയിൽ തന്നെ എല്ലായിടത്തും ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിൽ കുടിശ്ശിക കെട്ടാതെ വൈദ്യുതി മുടങ്ങുന്നതെങ്കിൽ അവിടുത്തെ പല പ്രവർത്തനങ്ങളും മുടങ്ങും. ഒരു സ്കൂളിലാണെങ്കിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണെങ്കിലും അതേ സമാനമായ രീതിയിൽ തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലാണെങ്കിലും അതേ സമാനമായ രീതിയിൽ, അതായത് സാധാരണക്കാർക്ക് ഉതകുന്ന പല പ്രവർത്തനങ്ങളും ഒരുപക്ഷെ ഈ വൈദ്യുതി മുടക്കം കാരണം നിർത്തിവെക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച പോലും അലസി പിരിഞ്ഞത് എന്നുള്ള വാർത്ത ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ടിൻഡു, ഈ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേരുകയാണല്ലോ. എത്ര മണിക്കാണ് ഈ യോഗം ചേരുന്നത്? പ്രധാനമായും ആരൊക്കെയായിരിക്കും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുമായിട്ടുള്ള ഉന്നതതല അവലോകന യോഗം ചേരും. ഇന്ന് 11 മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. KECB ചെയർമാൻ മുതൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക. പ്രാദേശികമായിട്ടുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമായി നടത്തുന്ന അവലോകന യോഗമാണ് ഇന്ന് ചേരുന്നത്. കഴിഞ്ഞ ദിവസം സർവീസ് സംഘടനകളുമായി ചേർന്നുകൊണ്ട് വൈദ്യുതി മന്ത്രി യോഗം നടത്തിയിരുന്നു. ഈ യോഗത്തിൽ പല ആവശ്യങ്ങളും
ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സർവീസ് സംഘടനകൾ ഒന്നടങ്കം മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഉപയോഗിക്കപ്പെടലെങ്കിൽ ഉപഭോഗിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ശരിയായ കണക്കുകൾ വ്യക്തമല്ല. ഈ കണക്കുകൾ വ്യക്തമായി അറിയണമെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് മീറ്റർ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുക തന്നെ വേണം. പക്ഷേ സ്മാർട്ട് മീറ്റർ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ അതൊരു എത്രത്തോളം വൈദ്യുതി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ നിലവിലുള്ള ഉദ്യോഗസ്ഥർ പരിമിതമാണ്. അധികമായ ഉദ്യോഗസ്ഥരെ KECBയിൽ നിയമിക്കുക, അതായത് ഈ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ലോഡ് ഷെഡിങ് അധിക ലോഡിംഗ് ഒക്കെ ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ പല ട്രാൻസ്ഫോമറുകളും കത്തിപ്പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് അധികമായ ഉദ്യോഗസ്ഥരെ ഈ തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഇന്നലെ ഉന്നയിച്ചത്. എന്തായാലും ഇന്ന് ചേർന്ന യോഗത്തിൽ പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള യോഗമാണ്. ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വേണമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ചർച്ചയിൽ തീരുമാനമുണ്ടാകും. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ലോഡ് ഷെഡിംഗ് തീരുമാനം വേണ്ട, വൈദ്യുതി നിയന്ത്രണം മാത്രം മതി എന്നൊരു തീരുമാനത്തിലാണ് വകുപ്പും KECBയും. KP